എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫോറം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഉരുൾപൊട്ടൽ മേഖലയിൽ നിരവധി ആളുകൾ സന്ദർശനം നടത്തി. പല ആളുകളും നമ്മളോടൊപ്പം ക്വസ്റ്റ്യൻ ഫോറത്തിലുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ അഭ്രപാളികളിൽ വെള്ളിത്തിരയിൽ ഒരുപാട് വേഷങ്ങൾ നമുക്ക് നൽകിയ നിരവധി അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച പ്രിയങ്കരനായ മലയാളത്തിൻ്റെ നടനാണ് ശ്രീ ദേവൻ. അദ്ദേഹം ഇന്നിപ്പോൾ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ മേഖലയിൽ മേപ്പാടി, മുണ്ടക്കൈ, ചുരൽമല ഭാഗങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയ ശേഷം അദ്ദേഹം നമ്മളെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഒരു ചെറിയ സംസാരം, ആ ഭാഗങ്ങളിലൊക്കെ എത്തിയത് എന്തിനാണ്, എന്താണ് ആ പ്രൊജക്റ്റുമായി അല്ലെങ്കിൽ അവിടെയുള്ള ദുരന്ത മേഖലയിൽ നൽകാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റുകൾ, അത് എത്രത്തോളം കൊണ്ടുപോകാൻ സാധിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മൾ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക്. നമസ്കാരം. സന്തോഷം. നമസ്കാരം എല്ലാവർക്കും. ഇപ്പോൾ നിരവധി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്നു. ഒപ്പം തന്നെ ബഹുമാന്യനായ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വന്നുപോയി. പക്ഷേ താങ്കളെപ്പോലെയുള്ള ഒരാൾ ചലച്ചിത്ര രംഗത്ത് ജനങ്ങളിലേക്ക് അത്രത്തോളം കഥാപാത്രങ്ങളൊക്കെ നൽകിയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരാൾ കൂടിയാണ് ദേവൻ എന്ന് പറയുന്ന നടൻ. രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ച് നേരിട്ട് പോയി കണ്ടതിന് ശേഷം? തീർച്ചയായിട്ടും ഇതിന് ആദ്യം വന്ന ഉടനെ തന്നെ ഈ മാധ്യമ സുഹൃത്തുക്കളുടെ റിപ്പോർട്ടിങ്ങാണ് ഞാൻ ആദ്യം കാണുന്നത്. അത് എനിക്ക് ആദ്യമായി തന്നെ അതിനകത്ത് തോന്നിയെന്ന് വെച്ചാൽ ഞാനിത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഈ ഭീകരതയെ പറ്റിയിട്ട് ഈ മാധ്യമ സുഹൃത്തുക്കൾ റിപ്പോർട്ടിങ് വളരെ എല്ലാ ചാനലും വളരെ സിൻസിയറായിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള, ഒരു ഈഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളില്ലാതെ, ഒരു രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ആർമി വന്നിരുന്നു, പോലീസ് വന്നിരുന്നു, അതുപോലെ മറ്റുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം വന്നിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ആരും ഈ മാധ്യമ പ്രവർത്തകന്മാരെ പറ്റി ആരും പറയുന്നത് കേട്ടില്ല. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഏറ്റവും നന്ദി രേഖപ്പെടുത്തേണ്ടത്, നന്ദി അവർക്ക് ആവശ്യമില്ല, എന്നാലും അവരെ ഓർക്കേണ്ടത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം വളരെ സിൻസിയറായിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മാധ്യമ റിപ്പോർട്ട് പ്രകാരമാണ് ഇവരെല്ലാവരും വന്നത്. അല്ലെങ്കിൽ ഇത് എത്തൂലായിരുന്നു. മനസ്സിലായില്ലേ? ഡേ 1 മുതൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ വന്ന് ഓരോ കാര്യങ്ങളിലേക്ക് വന്ന് അവരുടെ റിപ്പോർട്ടിങ്ങാണ് ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും. ഇപ്പോൾ ഈവൻ പ്രൈം മിനിസ്റ്റർ വരാനുള്ള കാരണം അത് തന്നെയാണ്. മനസ്സിലായില്ലേ? മീഡിയാസിലൂടെ. അപ്പോൾ അത് ഞാൻ ആദ്യം മീഡിയാസിനോട് വലിയൊരു സല്യൂട്ട് ചെയ്യാണ്, വിത്ത് ലോഡ് ഓഫ് ഇമോഷണൽ താങ്ക്സ്. പിന്നെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ അവിടെ ഈ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിൽ നിന്നും ശേഖരിച്ച കുറേ കാര്യങ്ങളുമായിട്ട് ഞാൻ കുറേ ആലോചിച്ചപ്പോൾ ഇതിൻ്റെ എന്താണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, ഈ എങ്ങനെയാണ് അവിടെ ഒരു പുനരുദ്ധാരണം നടത്താനായിട്ടുള്ള അതിനൊരു റോഡ് മാപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഈ റിപ്പോർട്ടിങ്ങിൻ്റെ ഫീഡ്ബാക്കുകളെല്ലാം വെച്ചുകൊണ്ട് ഞാനും 2 എൻജിനീയേഴ്സും ഒരു ആർക്കിടെക്റ്റും കൂടി ഇരുന്നിട്ട് ഒരു 2 ദിവസത്തോളം ഞങ്ങൾ ഇതിനിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ TV ചാനലിൽ വന്നിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടും പിന്നെ ഈ പത്രമാധ്യമങ്ങളോട് പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഇതൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ട് ഞങ്ങളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി. ഇത് എല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്ര പണം കൊടുക്കാം, ഇത്ര, അല്ലെങ്കിൽ ഞങ്ങൾ 100 വീട് വെച്ച് കൊടുക്കാം, 10 വീട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ദത്തെടുക്കാം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇത് എങ്ങനെ എന്നുള്ളത് ആരും പറയുന്നില്ല. മനസ്സിലായില്ല? അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഇത് പണം കിട്ടുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഇതിനൊരു റോഡ് മാപ്പ് വേണം. എനി പ്രോജക്റ്റ് ഷുഡ് ഹാവ് എ റോഡ് മാപ്പ്. അത് നമ്മൾ എങ്ങനെയാണ് ആ റോഡ് മാപ്പ് കണ്ടെടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ എല്ലാ വശങ്ങളും കണ്ടുകൊണ്ട് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അവിടെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്, പിന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ മാനസികമായിട്ട് തകർന്ന് എല്ലാ പ്രതീക്ഷകളും നശിച്ച് എല്ലാ ബന്ധുമിത്രാദികളും നഷ്ടപ്പെട്ട് അനാഥമായിരിക്കുന്ന വലിയൊരു സമൂഹമുണ്ട് അവിടെ. മനസ്സിലല്ലേ? അവരെ ആ മാനസികമായ ഭീതിയിൽ നിന്നും, ആ ഭയന്നുണ്ട്, ഒരു നൈറ്റ് മെയർ പോലെയാണ്. അത് പെട്ടെന്നൊന്നും അവരുടെ മനസ്സിൽ നിന്നും പോവില്ല, ഓർമ്മയിൽ നിന്നും പോവില്ല. അപ്പോൾ അവർക്കുണ്ടാകുന്ന വലിയൊരു വേദന, അവർക്കുണ്ടാകുന്ന മാനസികമായ ഒരു ഭീതി ഇന്നും അവർക്ക്, എനിക്ക് തോന്നുന്നത്
കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും അവർ കാണുന്നത് ഈ ഭീകരമായ അന്തരീക്ഷം നേരിട്ട് കണ്ടവരാണ് അവരൊക്കെ. ഇത് ഓടി ഓടി വരുന്നു, വലിയ വലിയ പാറക്കല്ലുകൾ അവർ നേരെ വരുന്നു, അവർ മുമ്പിലൂടെ പോകുന്ന അവരെ ഇന്നലെ വരെ അവർ സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ഇരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഒലിച്ചു പോകുന്ന ഒരു വിഷ്വൽ അവരുടെ മനസ്സിൽ ഇംപ്രിൻറ്റഡ് ആയിട്ടുണ്ട്. അത് എങ്ങനെ അവരിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം ഫസ്റ്റ് നമ്മളുടെ ഈ പുനരുദ്ധാരണം അവരുടെ മനസ്സിലായിരിക്കണം വേണ്ടത്, ആദ്യം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അവർ ഇതിനകത്ത് വരുള്ളൂ. ഇപ്പോൾ ഒരു വീട് വെച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട് വെക്കുന്നത് അവിടെ ഇതിൻ്റെ ഒരു റീകൺസ്ട്രക്ഷനാണ്. ആ പ്രകൃതിയെ, ഈ കംപ്ലീറ്റ് നശിച്ച ആ പ്രദേശത്തെ പുനരുദ്ധാരണം മുതൽ നമ്മൾ മാറ്റി എടുത്തിട്ട് അവിടേക്ക് വീണ്ടും പറിച്ചു നടുക എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഐഡിയ, ഒരു ആശയം അതായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, ഞാൻ അവരായിട്ട് നേരിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് അവിടെ തന്നെ, നിങ്ങൾ അവിടെ ജീവിച്ച് വളർന്ന ആ പ്രദേശത്ത് തന്നെ നിങ്ങൾക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോകുമോ എന്ന് ചോദിച്ചു. 100% ആൾക്കാർ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, സാധിക്കില്ല. കാരണം അവർ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട അവരുടെ ആ ഓർമ്മകൾ അങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വീണ്ടും ഒരു തിരിച്ചുപോക്ക് ഞങ്ങൾക്കാവില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് രണ്ടാമത്തെ ഇഷ്യൂ ആണ് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പുനരുദ്ധാരണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുനരധിവാസം നമുക്ക് പ്ലാൻ ചെയ്യുന്ന സർക്കാരായാലും അതിൻ്റെ ഏത് ഏജൻസി ആയാലും ആദ്യം കൺസിഡർ ചെയ്യേണ്ട ഇമോഷണലായ വൈകാരികമായ 2 ഇഷ്യൂസാണിത്. പിന്നെ മറ്റൊന്നുകൂടി എനിക്ക് തോന്നിയത്, ഈ ദത്തെടുക്കുന്നൊരു സംഗതിയുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഈ പേപ്പർ റിപ്പോർട്ടിങ്ങിൽ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ദത്തെടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാൽ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അനാഥരായ കുറേ ചെറിയ കുട്ടികളുണ്ട്. 2 കുട്ടികളുള്ള ഫാമിലിയുണ്ട്, 3 കുട്ടികളുള്ള ഫാമിലിയുണ്ട്, 1 കുട്ടിയുള്ള ഫാമിലിയുണ്ട്. അപ്പോൾ അവരെ ദത്തെടുക്കാനായിട്ട് വരുന്ന ആൾക്കാർ, അവരുടെ കൂടുതലും ഇമോഷണൽ ബാക്കിംഗ് ആണ് അവർക്ക്. അല്ലാതെ ഇങ്ങനെ ഒരു ഇതല്ല, ഇങ്ങനത്തെ വെച്ചു നമുക്ക് കുട്ടികളില്ല, അതിൻ്റെ എടുക്കാമെന്ന് ഒരു നല്ല മനസ്സോടെ ആ ഇമോഷണൽ ആ ഒരു ഇതിൻ്റെ പേരിലാണ് അവർ വരുന്നത്. പക്ഷേ ഒരു കാര്യം, നമ്മൾ വൈകാരികമായിട്ടുള്ളൊരു സൈഡ് ഉണ്ട് അതിനകത്ത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 3 കുട്ടികളുള്ള ഒരു ഫാമിലി പോയിട്ട് ഒരു അച്ഛനമ്മയ്ക്കും, അല്ലെങ്കിൽ ഈ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു അച്ഛനെവിടെയും അമ്മയ്ക്കും ഒരു കുട്ടീനെ എടുക്കാൻ പറ്റുള്ളൂ, 3 കുട്ടീനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഒരു കുട്ടീനെ കൊണ്ടുപോയാൽ ആ കുട്ടിയെ ആ 3 കുട്ടികളിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയി വേറൊരു അവിടെ കൊണ്ടുപോയി നട്ടാൽ ഈ ചെടി കരിഞ്ഞു പോവുള്ളൂ. നമുക്ക് ഓർമ്മ വരും നമ്മുടെ ആകാശദൂത് എന്നൊരു സിനിമ. ഉറപ്പായിട്ടും ആകാശദൂതിൻ്റെ ആ കുട്ടികളുടെ മാതിരി ആവും. അപ്പോൾ അങ്ങനെ ഒരു പറിച്ചു നടലല്ല അവിടെ ആവശ്യം. അവർ ജീവിച്ച് വളർന്ന അതേ സ്ഥലത്ത് ആ പ്രദേശത്ത് തന്നെ അവരെ അവിടെ ഈ പുനരധിവസിപ്പിച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, അവർക്ക് അവിടെ തന്നെ ജീവിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ അതേ സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുറ്റുപാടുമായി പരിചയമുള്ള സ്ഥലത്ത്. പിന്നെ അവരുടെ ചിലവുകൾ, അവരുടെ ചിലവുകളൊക്കെ ഒരു ചെറിയൊരു വീട് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അവരെ സ്പോൺസർ ചെയ്യാനായിട്ട് ആൾക്കാർ കിട്ടും. അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും സ്പോൺസർ ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ. കൃത്യമായി അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും കാലം അതിനെക്കുറിച്ച് വിശകലനം ചെയ്തപ്പോഴൊന്നും ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ പോയിട്ടില്ല. ആ ഫസ്റ്റ് പ്രയോറിറ്റി സാറ് പറഞ്ഞത് എനിക്കും കേൾക്കുമ്പോൾ തോന്നുന്നത് അതുതന്നെയാണ്. കൃത്യമായ ഒരു സംഭവമാണ്. അവരുടെ മാനസികമായ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടെ അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവർ കുറേ ആളുകൾ അവിടെ നിന്ന് തന്നെ ആണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, ആ ക്യാമ്പുകളിലേക്ക്. അപ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു ടൗൺഷിപ്പ്, അതുപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് പല ഇടങ്ങളിലായി താമസിപ്പിക്കാതെ എന്നൊരു അഭിപ്രായം കൂടി ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇപ്പോൾ ഇത് ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇപ്പോൾ ഞാൻ ആശുപത്രിയിലൊക്കെ പോയിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പാകമായ കുറേ ആൾക്കാർ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെങ്ങോട്ട് പോകും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണെന്ന്.
അപ്പോൾ സർക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വീട് വാടക എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 300 രൂപ തരാമെന്ന് പറയും ഒരാൾക്ക്. പക്ഷെ അത് ഒരിക്കലും അതൊരു ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ല അത്, മനസ്സിലായില്ലേ? അപ്പോൾ അവർ ഈ ഒരു പുനരധിവാസം ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ചെയ്യേണ്ടത് ഇവരെ താൽക്കാലികമായ ഒരു പാർപ്പിടത്തിലേക്ക് മാറ്റലാണ്. അതും ഇതേപോലെ തന്നെ നമുക്ക് സ്പോൺസേഴ്സിനെ കണ്ടെത്താം, വാടകയ്ക്ക് എടുക്കാം, ഒരു വീട് വാടകയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാള് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ടെമ്പററി ഷെഡ് പോലെ കെട്ടിയിട്ട് ഒരു 6 മാസം താമസ വിധത്തിലുള്ള ഒരു സംഘം എടുക്കാം. അപ്പോൾ ഈ റീകൺസ്ട്രക്ഷന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടൈം ഡ്യൂറേഷൻ കൊടുക്കുക. ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് തീർത്ത് കൊടുക്കാനുള്ള ഒരു പദ്ധതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും ഒരു പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയല്ല ഒരിക്കലും. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ 6 മാസത്തെ ഒരു ടൈം ബൗണ്ട് പ്രോഗ്രാം വെച്ചിട്ട്, അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു അതൊക്കെ നടപ്പുള്ള കാര്യമാണോ, ഇപ്പോൾ ഒരു വീട് പണിയെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ മുമ്പിൽ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ആർമിക്കാർ വന്നിട്ട് ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് ഒരു വലിയൊരു പാലം കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നു, മനസ്സിലായി? അവർക്ക് ആർമിക്കാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വളരെ സയൻറ്റിഫിക്കായിട്ട് രീതിയിൽ ഇതിൻ്റെ എക്സിക്യൂഷൻ, ഈ പ്രോജക്റ്റിൻ്റെ എക്സിക്യൂഷൻ ഒരു 6 മാസത്തിനുള്ളിൽ ചെയ്തു കൊടുത്ത് 6 മാസത്തിന് ശേഷം ഇവരെ അവിടെ പുനരധിവസിപ്പിക്കുക. അതിൻ്റെ സ്കീം ഇത് പറയാൻ എളുപ്പമാണ് കേട്ടോ, എനിക്കറിയാം ഇത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിന് ഒരു വിൽ പവറുള്ള ഒരാളുടെ നേതൃത്വത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് പല കാര്യം. അത് നിർബന്ധമുള്ളൊരു കാര്യം കൂടിയാണ്. ഏതായാലും നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്നൊരു നടപടി. ഇവിടെ ഒന്നും പലരും ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ കുറച്ച് നാൾ ഇപ്പം സാറടക്കമുള്ള ആളുകൾ, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ ഒരു ടൈം ബേസായിട്ട് വന്നു പോകുന്നു. പക്ഷെ അതിനുശേഷം പെട്ടെന്ന് ഇവർ ഒറ്റപ്പെട്ടവരായിട്ട് മാറും, ആരും വരാനില്ലാത്തവരായി, ആരെങ്കിലുമൊക്കെ വന്നാൽ കണ്ടു എന്നുള്ള ലെവലിലേക്ക്. അതിനിടയിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടതില്ലേ? ഇപ്പോൾ പ്രധാനമന്ത്രി വന്നുപോയി, BJPക്ക് ഏത് തരത്തിൽ ഇതിൽ ഇടപെടാൻ പറ്റും? വലിയൊരു ദുരന്തമാണ് രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ദുരന്തം. ഇപ്പോൾ മോർബി ദുരന്തത്തെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി അന്ന് പറയുകയുണ്ടായി. അദ്ദേഹം വോളണ്ടിയർ ആയിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ തീർച്ചയായും ആ ദുരന്തം കൃത്യമായി കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കേരള ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, നിർബന്ധമായും കേന്ദ്രം ഇടപെടണം. ആ ഒരു പ്രതീക്ഷയിലേക്ക് BJPക്ക് വലിയ പങ്ക് വഹിക്കാണ്ട് ഇന്ന് കേരളത്തിൽ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വേണ്ട 2000 കോടിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എത്ര സഹായിക്കാൻ പറ്റുമെന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഒരു വാക്കിന് വേണ്ടി ഇപ്പോൾ കേരളം കാത്തിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ വന്നിട്ട് അദ്ദേഹം സാധാരണ ഒരു പ്രൈം മിനിസ്റ്റർ വരുന്ന പോലെയല്ല വന്നത്. ഒരു പ്രൈം മിനിസ്റ്റർ എന്ന നിലയ്ക്കല്ല അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് അദ്ദേഹം വളരെ സിൻസിയറായിട്ട് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ട അനുഭവം, ഇപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് പറ്റൂല. എനിക്കും ലിമിറ്റേഷൻസ് ഇല്ലാത്തത് പ്രൈം മിനിസ്റ്റർക്കാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനാണ്. അത് ലിമിറ്റേഷൻസ് പാടില്ല അവർക്ക്. കാരണം ഈ സർക്കാർ എന്ന് പറയുന്നത് ജനമാണ്. അപ്പോൾ അവരുടെ വെൽഫെയർ കാക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു ധർമ്മമാണ്, ഉത്തരവാദിത്വമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രൈം മിനിസ്റ്ററുടെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചിട്ട് വലിയൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഞാൻ എൻ്റെ ഇപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ, ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുകയാണത്. ഞാൻ ഒരു പ്രാവശ്യം പോകാൻ വേണ്ടി വന്നതല്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ അവരൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോൾ വന്നിട്ട് പോവും, പക്ഷേ ഞാൻ ഇനിയും വരും. ഇതിൻ്റെ പ്രോഗ്രസ്സിനെ പറ്റി ഞാൻ പഠിക്കും. അതിനോട് എനിക്ക് എന്തുമാത്രം കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ധനപരമായിട്ടുള്ള കോൺട്രിബ്യൂഷനേക്കാൾ ഏറെ ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ സൈഡിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലായി? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപയൊന്നും എനിക്ക് പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അത്ര വലിയൊരു സൂപ്പർ സ്റ്റാറല്ല. ഞാനൊരു വില്ലനായിട്ട് അഭിനയിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊരു മനുഷ്യനാണ്. പക്ഷേ എനിക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും.
എനിക്ക് മനസ്സിലായില്ല. എൻ്റെ സുഹൃത്തുക്കൾ അനുസരിച്ച് എനിക്ക് അതിനുള്ള സോഴ്സസ് ഉണ്ട്. അതിനേക്കാളുപരി താങ്കളിപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. തീർച്ചയായും അതാണ് ഏറ്റവും വലിയ ബലമായിട്ട് ആളുകൾ കാണുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ BJPയുടെ ഒരു പ്രതിനിധി അവിടെ വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് കേന്ദ്രത്തിന്റെ പ്രതിനിധി വരുന്നു എന്നുള്ളതാണ്. ആ പ്രതീക്ഷകൾ കൂടും, അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. BJPയുടെ ഒരു പ്രധാനപ്പെട്ട ഇവിടെ 2 കേന്ദ്രമന്ത്രിമാർ വരെയുണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. അതും ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. അപ്പോൾ ഇത് ജില്ലാ ഭരണകൂടത്തിനോ സംസ്ഥാന ഭരണകൂടത്തിനോ ഒരു കാരണവശാലും നിവർത്തിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് മുഴുവനായുമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതായിരിക്കുന്നത്. നിർബന്ധമായും കേന്ദ്രത്തിലേക്ക് ഈ ഒരു സംവിധാനം ഉണ്ടായി എത്രയും പെട്ടെന്നൊരു ഡിസിഷൻ എടുപ്പിക്കാനുള്ള ഏത് നടപടികളാണ് ഉണ്ടാവുക, അതാണ് പെട്ടെന്ന് വേണ്ടത്. അത് മെമ്മോറാണ്ടം സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തലത്തിൽ കൂടെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രപ്പോസൽ വെച്ചാൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് വെച്ചാൽ തന്നെ അതിന് എങ്ങനെ ഫണ്ടിങ് ചെയ്യാൻ പറ്റുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ ആശയം. കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഡയറക്റ്റായിട്ട് വന്നു പോയിട്ടുണ്ട്. ദുരന്തത്തിന് മുമ്പ് അവിടെ ഒരു അൺസ്പോൺസേഡ് അല്ലെങ്കിൽ ഒരു സ്കെലിറ്റൻ ടൂറിസം കേന്ദ്രമായിരുന്നു. ഗവൺമെൻറ് സ്പോൺസറിങ് ഇല്ലാതെ തന്നെ അവിടെ ആൾക്കാർ വന്ന് ടൂറിസത്തിൻ്റെ പ്രകൃതി ഭംഗി കൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത, ഈ ടൂറിസം വികസനത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശത്തെ നമുക്ക് വേണമെങ്കിൽ അതൊരു വലിയൊരു വിപുലമായ രീതിയിൽ ടൂറിസം വികസിപ്പിച്ച് അവിടെ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറ്റാൻ പറ്റും. വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായി പറ്റും. അത് നന്നായിട്ട് പൈസ ചെലവ് ചെയ്തിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ടൂറിസം അങ്ങനെയുള്ള പ്രോജക്റ്റിനുള്ള ഏറ്റവും വലിയൊരു ഗുണം, ആ പ്രോജക്റ്റ് ഒരു ടൂറിസം പ്രോജക്റ്റ് വരുമ്പോൾ ഇൻകം റവന്യൂ ടു ദി സ്റ്റേറ്റ് വരും. അത് ഗവൺമെൻറ്റുകൾക്കും ഇതിൻ്റെ റവന്യൂ കിട്ടും. അതുമാത്രമല്ല അവിടെ തൊഴിൽ സാധ്യതകൾ വരും. അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ജീവനോപാധി നമുക്ക് കിട്ടും. അവിടെ കുറേ ആൾക്കാർ വരും കൂടുതൽ. അപ്പോൾ അത് മാത്രമല്ല പരിസരത്തിലുള്ള ഇപ്പോൾ കൽപ്പറ്റ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട്. അതൊക്കെ ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അതുപോലെ ഓട്ടോറിക്ഷകൾ ഇവിടുന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് അവിടെ ടൂറിസം വികസനത്തിൽ കൊണ്ട് തന്നെ ഒരു വലിയൊരു സംഗതി ഉണ്ടാകും. അത് നമ്പർ 1. അതിൽ നിന്ന് നമുക്ക് ഭയങ്കരമായ റവന്യൂ കിട്ടും. പിന്നെ മറ്റൊരു റവന്യൂ എന്ന് പറഞ്ഞാൽ ഈ എം പിമാരുടെ ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം എന്ന് പറഞ്ഞ സാധനമുണ്ട്. MPസിൻ്റെ ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം. അതായത് ഒരു MP-ക്ക് 6 കോടി രൂപയോളം അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചെലവ് ചെയ്യാം, ആരോടും ചോദിക്കേണ്ട, അവിടുത്തെ ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അത് ആ MP-ക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമേ ചെലവ് ചെയ്യാൻ പാടുള്ളൂ, വേറെ സ്ഥലത്തും ചെയ്യാൻ പറ്റില്ല. അതൊരു ക്ലോസാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഗൈഡ് ലൈൻസ് വായിച്ച് വന്നപ്പോൾ ആ സ്കീമിൻ്റെ ഒരു 8ാമത്തെ പാരഗ്രാഫിൽ ഒരു ക്ലോസ് ഞാൻ വായിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു ഡിസാസ്റ്ററിനെ സിവിയർലി എഫക്റ്റഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരിക. സിവിയർലി എഫക്റ്റഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഹെഡിലേക്ക് കൊണ്ടുപോയാൽ ഇതിന് ഈ MP-മാരുടെ ഫണ്ടിൽ നിന്നും എല്ലാ MP-മാർക്കും വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം ഒരു സ്പോട്ടിലേക്ക്. അവർക്ക് അതിനുള്ള ക്ലോസ് ആ ഒരു ഗൈഡ് ലൈൻസിലുണ്ട്. അപ്പോൾ സപ്പോസ് നമുക്ക് വേണമെങ്കിൽ ഒരു MP-ക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ പാർലമെൻറ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, തേർഡ് സ്റ്റേജിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 6 കോടി റുപ്യ അവരുടെ കാര്യം ഉണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് 1 കോടി റുപ്യ ഒരു MP ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് ടോട്ടൽ MP-യിൽ ലോക്സഭയിൽ നമുക്ക് 543 MP ഉണ്ട്, രാജ്യസഭയിൽ നമുക്ക് 250 MP ഉണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 793 MPs അവിടെ ഉണ്ട്. അപ്പോൾ ഇവർ ഓരോ കോടി എടുക്കുകയാണെങ്കിൽ 793 കോടി റുപ്യ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഇത് വരുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരാം, അപ്പോൾ ഏതെങ്കിലും MP വേറൊരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ വേറൊരു ജില്ലയിലത്തെ അയാൾ കൊടുക്കുന്നുള്ളതല്ല. അതിനൊരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും ഈ വെരി സിവിയർലി എഫക്റ്റഡ് ഡിസാസ്റ്ററിൻ്റെ ഹെഡിലേക്ക് കൊണ്ടുവന്നാലുള്ള കൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ക്ലോസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സപ്പോസിന് അവരുടെ സ്ഥലത്ത് ഇതേപോലെ വലിയൊരു ദുരന്തം സംഭവിച്ചാൽ ഇതേപോലെ തന്നെ അവിടെ ഉപയോഗിക്കാൻ പറ്റും, മനസ്സിലായില്ല? അപ്പോൾ ഒരു നാഷണൽ
ഡിസാസ്റ്റർ എന്നുള്ള ഒരു ഹെഡിലേക്ക് ഇത് കൊണ്ടുവരണം. ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഇല്ല എന്നാണ് എൻ്റെ ചോദ്യം. ഈ സാധ്യത ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ ദേശീയ ദുരന്തം ആക്കരുത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കാലത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഇത് പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിച്ചത്, വേണ്ടാന്ന് വെച്ചത്. ഇങ്ങനെ ഒരു സംഗതി വേണ്ടാന്ന്. കാരണം അതിനുള്ള കാരണം ഇതാണ്. അത് ഒരു പ്രദേശത്തെ ഡിസാസ്റ്ററിന് വേണ്ടി നമ്മൾ ത്രൂ ഔട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ളതാണ് സംഗതി. പക്ഷേ ഇന്ത്യ ഒരു മഹാരാജ്യം, ഒരു യൂണിയനാണ്. അപ്പോൾ ഏത് ഒരു അറ്റത്ത് നിൽക്കുന്ന ഒരു സ്പോട്ടും, കാശ്മീരിൽ നിൽക്കുന്ന ഒരു സ്പോട്ടും, ഉത്തരാഖണ്ഡിൽ നിൽക്കുന്ന ഒരു സ്പോട്ടും, ബംഗാളത്തിലുള്ള സ്പോട്ടും, ഈ ഭാഗത്തുള്ള സ്പോട്ടും ഒക്കെ ഇന്ത്യയിലുള്ള സംഗതിയാണ്. അതൊരു നാഷണൽ, അതാണ് പറഞ്ഞത്, നാഷണൽ ദുരന്തം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് അത്രയും അക്യൂട്ടായിട്ട് ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് സംഭവിക്കുന്ന ഡിസാസ്റ്ററിനെ അതൊരു നാഷണൽ ഡിസാസ്റ്ററായിട്ട് കണക്കിലെടുത്തുകൊണ്ട് ചെയ്താൽ, കണക്കിൽ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, കണക്കിലെടുത്തുകൊണ്ട് ചെയ്താൽ നമുക്ക് ഈ സോഴ്സ് ഓഫ് ഫണ്ട് കിട്ടും. ഏതായാലും വളരെ വിപുലമായ ഒരു പഠനം അതിനെക്കുറിച്ച് നടത്തി. സിനിമയെക്കുറിച്ച് വിശേഷങ്ങൾ അറിയാൻ ചില പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. സിനിമയുടെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? വെറും രാഷ്ട്രീയത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങാനാണോ ഇനി താല്പര്യം, അതോ സിനിമ? അല്ലല്ല, സിനിമ എൻ്റെ ഉപജീവന മാർഗമാണ്. അപ്പോൾ പണ്ടത്തെ പോലെ അത്രയും തിരക്കൊന്നുമില്ല ഇപ്പം എനിക്ക്. എങ്കിൽ കൂടി എനിക്ക് ജീവിക്കാനുള്ള പൈസ ഇപ്പോഴും ഈ സിനിമയിൽ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഈ സിനിമേനെ പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ശരിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. കാരണം മനസ്സ് മുഴുവൻ ഇങ്ങനെ ഇവിടെ ആയിപ്പോയി ഒരു തരം പിന്നെ എന്താ ഒരു ഫ്രീസ് ചെയ്ത് മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെ ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ട് ഞാനിപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ 2 സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് പടങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ തമിഴിലും തെലുങ്കിലും കിട്ടുന്ന, വല്ലപ്പോഴും കിട്ടുന്ന ഒരു പടം വെച്ചിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 2 സിനിമകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഒമർ ലുലുവിൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ദി ബോയ്സ് എന്നുള്ള പടമാണ്. അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, റഹ്മാൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു പടമാണ്. ഒരു മേജർ ഫിലിമാണ്. ഒരു എബാൻ എബ്രഹാമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ഒരു മേജർ മെയിൻ സ്ട്രീം ഫിലിമാണ്. പിന്നെ രണ്ടാമത് ചെയ്യുന്നൊരു പടം ബാ എന്നൊരു സാധനം വന്നിരുന്നത്. അത് എല്ലാം ഒരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ ചോദിക്കാം, ഇയാൾക്ക് എന്ത് ഹ്യൂമർ അറിയാമെന്ന് ചോദിക്കാമല്ലോ. നാച്ചുറലി ഞാനിതുവരെ അങ്ങനെ ഹ്യൂമർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് രണ്ടിലും ഹ്യൂമർ ഞാൻ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും ആ സിറ്റുവേഷൻ അനുസരിച്ച് ആൾക്കാർ ചിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ബാബായിൽ ഞാനൊരു പോലീസ് കമ്മീഷണറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫിലിമാണ് ഇതൊക്കെ. ഈ ന്യൂ ജനറേഷനിലുള്ള ഫിലിമിൽ ഇപ്പോൾ ധനഞ്ജയൻ ശങ്കർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ്. എല്ലാം യങ്സ്റ്റേഴ്സാണ്. ഒരു 30 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എല്ലാവരും, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള അപ്രോച്ച്, അവരുടെ എൻ്റർപ്രൈസിങ് നേച്ചർ, അവരുടെ ഭാവനകളൊക്കെ എനിക്ക് അത്ഭുതത്തോടു കൂടി തന്നെ എനിക്ക് നോക്കിക്കാണേണ്ടി വന്നു. അപ്പോൾ അവരുടെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും എൻ്റെ പടം കണ്ടു കാണില്ല, കുറേ മുമ്പുണ്ടായ പടങ്ങളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വെച്ചാൽ, ചേട്ടൻ ഞങ്ങളൊരു കൾട്ട് ഫിഗറാണ്. ചേട്ടൻ്റെ ഓരോ സിനിമകളും ഞങ്ങളുടെ മനസ്സിൽ ഇന്നുണ്ട്. ഞങ്ങളൊക്കെ കോളേജ് ഹോസ്റ്റലിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ചേട്ടൻ്റെ പടം ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ മുറിയുടെ വാതിലിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം വന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കൾട്ട് ഫിഗറാണ് അവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ, ഈ കിങ് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. കിങ് എന്ന സിനിമ, ആ കിങ് എന്ന സിനിമ ഞാൻ പോലീസ് കമ്മീഷണറായിട്ട്, മമ്മൂട്ടി ഇതിനകത്ത് കളക്ടറായിട്ട് പറയുന്നത്. അപ്പോൾ ഈ IASഉം IPSഉം തമ്മിലുള്ള റിഫ്റ്റ് ഇപ്പോഴും ഉണ്ടല്ലോ. അതിൻ്റെ പേരിൽ ഇയാൾ വരുന്നത് എനിക്കിഷ്ടമല്ല, മനസ്സിലായി. അതേപോലെ തന്നെയാണ് ഇവർ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ റോള് പോലീസ് കമ്മീഷണറാണ്. അപ്പോൾ ഒരു ചീഫ് മിനിസ്റ്ററുടെ കടത്തി കൊണ്ടുപോകുന്നതാണ് ഇതിൻ്റെ പ്രമേയം. അങ്ങനെ ചീഫ് മിനിസ്റ്ററെ കടത്തി കൊണ്ടുപോകുമ്പോൾ കേരള പോലീസ് ഇതിനെ പറ്റിയിട്ട്
അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഇഫക്റ്റീവായിട്ടുള്ള അന്വേഷണമല്ല എന്ന് ഇതിൻ്റെ പേരിൽ NIA തന്നെ ഏർപ്പാട്. അപ്പോൾ NIAയുടെ ചീഫായിട്ട് വരുന്നത് മറ്റേ വിനീത് ശ്രീനിവാസൻ. അപ്പോൾ വിനീത് ശ്രീനിവാസൻ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ഈഗോ വർക്ക് ചെയ്യും. ഇവനാരടാ, ഇവനെന്തിനാ എൻ്റെ അടുത്ത് വന്നത്, ഞാൻ പോലീസാണ്, ഞാൻ വലിയ പോലീസാണ്. അപ്പോൾ ഇവർ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഈ വിനീത് വരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു എക്സ്പ്രഷൻസ്, അതൊരു അവർ ട്രീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പോകുന്നത് ഒരു കോമഡി മാതിരിയാണ്, ഒരു ഹ്യൂമറസ് ആണ്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയാണ് ഈ ബാ ബാ ബാ. ഈ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയുടെ മുഴുവൻ വലിയൊരു ക്രൂ ഉണ്ട്. ഒരു പക്ഷേ സഹായിക്കാൻ, ഈ ഡിസാസ്റ്ററിലൊക്കെ സഹായിക്കാൻ കഴിയുന്ന വലിയൊരു ടീമുണ്ട്. ഇപ്പം അമ്മയുടെ മെമ്പർ കൂടിയാണ് സാറ്. എങ്ങനെ അതിനെ ഒന്ന് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട്? ഒരുപാട് സാധ്യതയുണ്ട് അവർക്ക്. ഒരുപാട് അതിനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അമ്മ ഇപ്പോൾ സിദ്ദിഖാണല്ലോ ഞങ്ങളുടെ സെക്രട്ടറി. അപ്പോൾ ഇപ്പോൾ സിദ്ദിഖിൻ്റെ ഞാൻ അറിഞ്ഞ ശരി ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവർ ഇതെങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും, അമ്മ എങ്ങനെ നമുക്കിത് ഈ കാര്യങ്ങളിൽ, കാരണം സിനിമാക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്തൊരു ഷോയിലുള്ള വരുമാനത്തിന്റെ ഭാഗം കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നു. അതുകൂടാതെ തന്നെ അമ്മ വേറെ എന്തൊക്കെയോ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഇതുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഈ വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് നമുക്ക്. എല്ലാ വർഷവും വീടുണ്ടാക്കി കൊടുക്കും. അങ്ങനെ കുറേ നമ്മൾ 51 വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ സ്കീമിലേക്ക് ഇത് കൊണ്ടുവന്നാൽ, അപ്പോൾ എൻ്റെ ഒരു ഐഡിയ അതും കൂടി ഉണ്ട്. നമ്മുടെ അമ്മയിലുള്ള അംഗങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള സ്കീമും കൂടി ഞാൻ അവിടെ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് സിനിമയിലേക്ക് കൂടി. ഏതായാലും അമ്മ എന്ന് പറയുന്ന ശക്തമായ സംഘടനയുടെ ഇടപെടലോടുകൂടി സാറിൻ്റെ ഒരു വരവോടുകൂടി ഉണ്ടാവും. ഏതായാലും അവിടെ ഒരുപാട് ആളുകൾ കാണാൻ പറ്റും ദുരിതാശ്വാസ ക്യാമ്പിൽ പോയിട്ട്. എല്ലാവരുമായിട്ടും സംസാരിച്ചു. അത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു കുട്ടി, ആവന്തികയുടെ കാര്യമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഞാൻ ഉടനെ എന്തെങ്കിലും ഒരു കാരണം ഞാനപ്പോൾ ആ കുട്ടികളുടെ ഒരു പ്രത്യേകത, ഒരു ഗുണം എന്ന് വെച്ചാൽ ഒരു അഡ്വാൻറ്റേജ് വന്നത്, ആ കുട്ടീനെ പോറ്റി വളർത്താനായിട്ട് ഒരു അമ്മ ഇവിടെ ഉണ്ട്. കാരണം അത് റിലേറ്റീവാണ് ആ കുട്ടി. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് സേഫാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ദത്തെടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അങ്ങനെയുള്ള സംഭവമല്ല അത്. അപ്പോൾ ആ കുട്ടി എല്ലാ ഉത്തരവാദിത്തോടും കൂടി ആ കുട്ടിക്ക് അന്ന് ജീവിച്ച ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ആ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എൻ്റെ സുഹൃത്ത് സജീവനോടൊക്കെ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ കുട്ടിയുടെ കാര്യം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ അവരിപ്പോൾ ഇത് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പോകുന്നൊരു വാടക വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും പിന്നെ അവരെ ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്, കാരണം ഞാനൊരു ദേവൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു സംഗതി ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ഇതിനായിട്ട് ഞാൻ ചെയ്തത് എൻ്റെ മനസ്സിൽ ഉദിച്ചതാണ്. അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അത്. അപ്പോൾ ദേവൻ ഫൗണ്ടേഷൻ എന്നതിൻ്റെ പേരിലുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി ഇതേപോലെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഈ കുട്ടി ആവന്തികയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഏതായാലും ഈ ചില സാധനങ്ങൾ, ഒരൊറ്റ ചോദ്യം കൂടി ലാസ്റ്റായിട്ട്, ചില കാര്യങ്ങൾ ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. ഇപ്പോൾ അവന്തിക, നൈസ എന്ന് പറയുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അവരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് കൂടി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കേണ്ടത്. ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അതെ, മനസ്സിലായി. അതെ, അവന്തികയിലേക്ക് കുറേ ആളുകളുടെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച കുറേ ആളുകളുണ്ട്, ഇവയൊന്നും കിട്ടാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ട കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. അപ്പോൾ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് കൂടി ഇത് എത്താനുള്ള ഒരു അതും ചെയ്യാനുള്ള ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അവരെ നമ്പറൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. ശരി, സജിശങ്കറൊക്കെ സ്ഥിരമായി കൃത്യമായി ഓരോരുത്തരെയും നേരിട്ട് തന്നെ പരിചയമുള്ള ആളുകളാണ് അദ്ദേഹമൊക്കെ. അപ്പോൾ സജീവ് ശങ്കറിന് ഇതിൻ്റെ കംപ്ലീറ്റ് അറിയാം. എന്താ വെച്ചാൽ മുമ്പ് ഈ നാട്ടുകാരനാണ്, പിന്നെ നല്ലവനായ ഒരാളാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, വളരെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇത് നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് എനിക്ക് റിപ്പോർട്ട് തരൂ. ഈ ഡാറ്റാ ശേഖരണത്തിന് വലിയ പ്രത്യേകതയുണ്ട്, ഒരു പ്രാധാന്യമുണ്ട്. അത് തീർച്ചയായും അത് കൃത്യമായി ശേഖരിച്ച് ആ കൃത്യമായ ലെവലിലേക്ക് ആളുകളിലേക്ക് എത്തിപ്പെടും. ഈ പുത്തുമല വലിയൊരു നമ്മളെ മുന്നിലുള്ള വലിയൊരു ഉദാഹരണമാണ്. അവിടെ ഇപ്പോഴും വീട് കിട്ടാത്ത ആളുകളുണ്ട്, കിട്ടിയ വീടുകൾക്ക് പാളിച്ചകളുള്ളത്. ഇതൊക്കെ ഒരു മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം പാളിച്ചകളില്ലാത്ത ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലേ? പിന്നെ
ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഇവിടെ പുനരുദ്ധാരണ പ്രോജക്റ്റുകൾ വേണം എന്ന് പറയുന്നുണ്ട്. ഇത് എവിടെ വേണം, എവിടെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇപ്പോഴും കിടക്കുന്നത്. ഇത് ആർക്കും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ പിന്നെ രവിശങ്കറായിട്ടുള്ള ഞങ്ങളുടെ ഒരു കൂടെയിൽ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ലാൻഡ് ഇവിടെ 400 ഏക്കർ സ്ഥലം ഇവിടെ സുൽത്താൻ ബത്തേരിയിലുണ്ട്. അതിൽ 60 ഏക്കർ മാത്രമേ അവർ ഈ അഗ്രികൾച്ചർ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി മുഴുവനും വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഒരു ലാൻഡുകൾ കണ്ടെത്തിക്കൊണ്ട് അവിടേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ പുനരുദ്ധാരണം അവിടെ കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അത് മാത്രം അതൊന്ന് ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അതൊരു സർക്കാരിൻ്റെ ഒരു ഉടമസ്ഥതയിലുള്ള സംഗതി. അപ്പോൾ ഒരു സർക്കാർ ടു സർക്കാർ പോകുമ്പോൾ അത് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. അതുകൂടാതെ സർക്കാരും തന്നെ ചെയ്യുന്നവർക്കാണ് ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ. ഇതിൻ്റെ പരിസരത്ത് തന്നെ അപകടങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഈ ടി എസ്റ്റേറ്റുകൾ കുറേ കിടക്കുന്നുണ്ട്. ആ ടി എസ്റ്റേറ്റുകൾ നമുക്ക് സർക്കാരിന് വേണമെങ്കിൽ എക്വയർ ചെയ്തെടുക്കാം. എസ്റ്റേറ്റ് നമ്മൾ ഇപ്പോൾ റോഡിന് വേണ്ടിയിട്ട് സ്ഥലം എക്വയർ ചെയ്യുന്ന പോലെ തന്നെ അതേ പവർ ഉപയോഗിച്ചിട്ട് കൊണ്ട് തന്നെ നമുക്ക് എക്വയർ ചെയ്തിട്ട് ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കാം. അങ്ങനെ സേഫായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് ഇനി അങ്ങനെ ഒരു ഉരുൾപൊട്ടലുണ്ടാവാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ എസ്റ്റേറ്റുകളാണെങ്കിൽ അതിനെ നമുക്ക് എക്വയർ ചെയ്ത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അവിടെ സംഘടിപ്പിക്കാം. ഇതൊക്കെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത് നടത്താനായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഇതെല്ലാവരും ഉണ്ടാവും ഇവിടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാം മറക്കപ്പെടും, എല്ലാവരും മറന്നു പോകും. അത് ആവരുത്. അവരുടെ ഒരു ലൈഫ് ലോങ് ഇഷ്യൂ ആണിത്. ഇത് സാധാരണ ഇഷ്യൂ അല്ല. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടിയിട്ട് നമ്മൾ പെരുമാറേണ്ടിയിരിക്കുന്നു. അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഫോറം ഇന്ന് ഇത്ര നേരം നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഗസ്റ്റുകളോട് ചോദിക്കാറുണ്ട്. ഇതൊരു ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതല്ല, നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ളൊരു വേദി കൂടിയാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഫോറം. അതുകൊണ്ടാണ് അധികം ചോദ്യങ്ങളിൽ നിന്ന് മാറുന്നത്. വ്യക്തമായ ഒരു ധാരണയും അതിനെക്കുറിച്ച് ഒരു ഡാറ്റ ശേഖരണവും ഒക്കെ നടത്തിയതിന് ശേഷമാണ് ശ്രീ ദേവൻ നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളോടൊപ്പം ഈ ഒരു സമയത്ത് കുറച്ച് സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിൽ വയനാട് വിഷൻ്റെ മുഴുവൻ ആളുകളുടെയും പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഫോറത്തിൽ മറ്റൊരു ഗസ്റ്റുമായി കാണും. നമസ്കാരം. വളരെ സന്തോഷം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.